അലൈൻ നഗരം എന്ന് മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ തെളിയുന്നത് അലൈൻ നഗരത്തിന്റെ അഭിമാനമായ ജബൽ ഹഫീദ് മൗണ്ടനാണ്. ഈ ജബൽ ഹഫീദ് മൗണ്ടന്റെ മുകളിലെ ക്യാമ്പിങ്ങിന്റെ നല്ല അടിപൊളി കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ജബൽ ഹഫീദിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു ക്യാമ്പിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മളിവിടെ വന്ന് നല്ല അടിപൊളി ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. നല്ല കാഴ്ചകൾ, നല്ല ക്യാമ്പിങ്, അതുപോലെ നല്ലൊരു വെതറാണ് ഇപ്പൊ. അപ്പം മാക്സിമം ആൾക്കാരൊക്കെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാവർക്കും സാൻഡ് ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കാണാം അലൈനിലെ ജബൽ ഹഫീദിലെ കാഴ്ചകൾ. രാത്രി ഏകദേശം ഒരു 8 മണി സമയത്താണ് നമ്മൾ ഈ ഒരു മലയുടെ മുകളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജബൽ ഹഫീദ് റോഡ് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മൗണ്ടൻ റോഡുകളിൽ ഒന്നാണ്. ഏകദേശം 60-ലധികം ഹെയർപിൻ ബെൻഡുകളും അതേപോലെ മനോഹരമായ വാലികളുടെ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു റോഡാണ് ഈ ജബൽ ഹഫീദ് റോഡ്. ഉയരത്തിൽ UAE-യിലെ 2ാമത്തെ പർവ്വതമായ ജബൽ ഹഫീദിന് സമുദ്രനിരപ്പിൽ നിന്നും 1249 മീറ്റർ ഉയരമുണ്ട്. UAE-യിലെ ഏറ്റവും മനോഹരമായ സൺസെറ്റും അതുപോലെ സൺറൈസും ഒക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഈ ജബൽ ഹഫീദിന്റെ ഈ ടോപ്പിലെ ഈ ഒരു ഏരിയ. ഇതാണ് ജബൽ ഹഫീദിലെ മെയിൻ ഒരു ക്യാമ്പിംഗ് സ്പോട്ടും അതുപോലെ ഒരു ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത്. എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെ നമുക്ക് അലൈൻ സിറ്റിയുടെ നല്ല ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ ഒരു ക്യാമ്പിംഗ് സ്പോട്ടിൽ ഇരിക്കട്ടോ, ഭയങ്കര രസമാണ്, നല്ലൊരു വൈബാണ്, നല്ല തണുപ്പാണ്, നല്ലൊരു സ്ഥലമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ അലൈനിലെ ജബൽ ഹഫീദ് ക്യാമ്പിംഗ് സ്പോട്ട്. സണ്ണിങ്ങനെ അവിടെ നിന്ന് റൈസായി വരുന്നുണ്ട്. സൺറൈസിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അലൈനിന്റെ ഹൃദയഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന മരുഭൂമിയുടെ രാജാവാണ് ജബൽ ഹഫീദ്. പ്രഭാതത്തിന്റെ ആദ്യ പൊൻകിരണങ്ങളാൽ മലയിടുക്കുകൾ ഉണരുന്ന ഈ നിമിഷം ഒരു കാഴ്ച മാത്രമല്ല, ആത്മാവിനെ തന്നെ തൊട്ടുണർത്തുന്ന ഒരു അനുഭവമാണ്. നിശബ്ദമായ ഈ മലയുടെ മുകളിൽ തണുത്ത കാറ്റിൽ ഓരോ ശ്വാസവും നമുക്ക് പുതുമയാകുന്നു. ആകാശം പൊന്നിറം പൂശി തുറക്കുന്ന ഈ സൺറൈസ് ജീവിതത്തിലെ ഓരോ പുതിയ തുടക്കത്തിനും ഓരോ പ്രകാശം പകരുന്ന പോലെയാണ്. എത്ര തവണ കണ്ടാലും മടുക്കാത്ത ഒരു മായാജാലം പോലെയാണ് ഈ കാഴ്ചകൾ. ഇതാണ് ജബൽ ഹഫീദ്, പ്രഭാതത്തിന്റെ മായം നിറഞ്ഞ ഒരു അത്ഭുത ഭൂമി. നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് പോവാണ് കേട്ടോ. രാവിലെ ഒരു 8:30 മണിയായിട്ടോ. അപ്പോഴേക്കും നല്ല ചൂടായിട്ടുണ്ട്, പക്ഷെ രാത്രി കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ജബൽ ഹഫീദിന്റെ ഏറ്റവും ടോപ്പിൽ എത്തുന്നതിന് കുറച്ച് മുമ്പാണ് കേട്ടോ ഈ ഒരു ക്യാമ്പിംഗ് സ്പോട്ട് ഉള്ളത്. ഇവിടുത്തെ ക്യാമ്പിംഗ് എല്ലാം അവസാനിപ്പിച്ച് നമ്മൾ നേരെ ജബൽ ഹഫീദിന്റെ ആ മൗണ്ടൻ ടോപ്പിലേക്ക് പോകുന്നുണ്ട്. അധികം വഴിയൊന്നുമില്ല, കുറച്ചുള്ളൂ. എങ്ങനെയുണ്ട് ക്യാമ്പിംഗ് ഒക്കെ? അടിപൊളിയാ, അടിപൊളി, സൂപ്പർ. ജബൽ ഹഫീദിന്റെ ഏറ്റവും ടോപ്പിലിട്ടോ. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ് കേട്ടോ. അതിന്റെ ടൈമിംഗ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 6:30 കേട്ടോ. 6:30 2:30 വരെ ഓപ്പൺ ആണ്. അത് കഴിഞ്ഞാൽ 3:30 ഓപ്പൺ ആക്കിയിട്ട് 1 മണി വരെ ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ അവൈലബിൾ ഉണ്ട്. ചെറിയൊരു പാർക്ക് ഉണ്ട്. ജബൽ ഹഫീദിന്റെ മൗണ്ടൻ ടോപ്പിലെ ഒരു ആംബിയൻസ് ആണ് ഇട്ടത്. അവിടെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ചുറ്റിലും നല്ല നല്ല കാഴ്ചകളാണ്. ഇതൊരു മൗണ്ടൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡിൽ പോയി കഴിഞ്ഞാലും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട് ജബൽ ഹഫീദ്? അടിപൊളി, സൂപ്പർ അല്ലേ? നമുക്ക് വന്ന് നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജബൽ ഹഫീദ്. നമുക്ക് ഇവിടെ വാഷ്റൂം ഉണ്ട്, അതേപോലെ ക്യാമ്പിംഗ് സ്പോട്ട് ഉണ്ട്, അതേപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെതർ ഉണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്, നല്ല സൺറൈസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റികളുള്ള ഒരു സ്ഥലമാണ് ജബൽ ഹഫീദ്.
നമുക്ക് മാക്സിമം ഫാമിലിക്ക് ആയിട്ട് വന്നാലും സുഖമായിട്ട് തന്നെ ക്യാമ്പ് ചെയ്യാം, ബാർബിക്യൂ ഇടാം, അതുപോലെ ടെന്റ് ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഒമാനാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ഡിസേർട്ട് എന്ന് പറയുന്നത് ഫുൾ ഒമാനാണ്. അതിൻ്റെ പുറത്ത് നമുക്കിവിടെ അലൈൻ സിറ്റിയിലൊക്കെ നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യവാസത്തിന്റെ സാക്ഷിയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയ ഹഫീദ് ടോംബ് എന്ന പ്രാചീന ശവകുടീരങ്ങൾ. ഇത് UAE തന്നെ ഏറ്റവും പഴയ സംസ്കാരങ്ങളുടെ അടയാളങ്ങളാണ്. ഇവയുടെ പുരാവസ്തു പ്രാധാന്യം കാരണം അലൈൻ നഗരം മുഴുവനും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജബൽ ഹഫീസിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ അടുത്തൊരു ലൊക്കേഷനായ അലൈൻ ഒയാസിസിലേക്കാണ് കേട്ടോ. അടിപൊളി കാഴ്ചകളും അതേപോലെ നൂറുകണക്കിന് വർഷങ്ങളിലെ ചരിത്രവും മരുഭൂമിയുടെ ഹൃദയത്തിൽ പച്ചപ്പിന്റെ അത്ഭുതവും ഒക്കെ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് നമ്മളീ പോകുന്ന അലൈൻ ഒയാസിസ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ സൈക്കിള് അതേപോലെ ഉള്ള ബഗ്ഗിയൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു സൈക്കിളിന് 30 ദിർഹംസാണ് കേട്ടോ, 30 മിനിറ്റിന്. നമുക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് കവർ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഇതിൽ സൈക്കിളിലൊക്കെ പോയി നമുക്ക് കവർ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ബഗ്ഗീസ് ഉണ്ട്. നമ്മൾ അലൈൻ ഒയാസിസിലേക്ക് വന്നേക്കാനുണ്ട്. ഫസ്റ്റത്തെ ഒരു ഫാം കണ്ടിട്ട് നമ്മൾ പോവാൻ പോവാണ്. എന്താ വെച്ചാൽ അധികം സമയമില്ല. ഇവിടെ 1,47,000-ലധികം മരങ്ങളും ചെടികളും തണലേകുന്നു. കല്ലുപാകിയ നടവഴികളും അതിന് താഴെ കൂടി ഒഴുകുന്ന പലാജ് എന്ന് വിളിക്കുന്ന ജലവിതരണ സംവിധാനം, ഇതെല്ലാം ചേർന്ന ഒരു അത്ഭുത ലോകമാണ് ഈ അലൈൻ ഒയാസിസ്. കിളികൾക്ക് കൂടാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു ഓരോരോ ട്രഡീഷണൽ ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടിപൊളി പച്ചപ്പും ഹരിതാപയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ട ഫുള്ള് ഇതേപോലെയുള്ള ഫാമുകളാണ്. നല്ലൊരു വൈബാണ്, നല്ലൊരു തണുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഈ കാണുന്ന ചെറുവഴികളിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന നല്ല തണുപ്പും പക്ഷികളുടെ ശബ്ദവും പ്രകൃതിയുടെ ശാന്തതയും എല്ലാം കൂടി നഗരജീവിതത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് കുടുംബത്തോടും കുട്ടികളോടും ഒപ്പം ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഈ അലൈൻ ഒയാസിസ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ഒയാസിസ് UAEയുടെ തന്നെ പരമ്പരാഗതമായ കാർഷിക സംസ്കാരത്തിന്റെ ഒരു ജീവനുള്ള ഉദാഹരണമാണ്. ഇതേപോലെയുള്ള വലിയൊരു വഴിയുണ്ട്. ഈ വഴികൾ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതേപോലെ സൈഡിലായിട്ട് ഒരുപാട് ഫാമുകളുണ്ട്. അപ്പൊ ആ ഫാമിലൊക്കെ നമുക്ക് കയറി അതിന്റെ കാഴ്ചകളൊക്കെ കാണാം. ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക്കിന്റെ ഒരു ബഗ്ഗി എടുക്കുകയാണെങ്കിൽ 60 ദിർഹംസാണ് ടിക്കറ്റ്. അതേപോലെ ഇവിടെ അവര് ആ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കുടിലുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അലൈൻ ഒയാസിസിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകാനുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് കിട്ടുന്നത്.